ആദ്യഘട്ടത്തിൽ അവസാനം വരെ ലാസ്റ്റ് വരെ ഉണ്ടായിരുന്നു. അവര് പങ്ക് ഞാൻ പരമായിട്ട് സംശയിക്കുന്നുണ്ട്. പോലീസ് രേഖപ്പെടുത്തിയ മൊഴിയൊന്നും സത്യമല്ലല്ലോ. ഒരു മൊഴി രേഖപ്പെടുത്താൻ കേസിന് ആവശ്യമായിട്ട് മൊഴി രേഖപ്പെടുത്തും. അത് സപ്പോർട്ട് ചെയ്തില്ലെന്നല്ലേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് മൊഴി മാറി പ്രോസിക്യൂഷൻ സാക്ഷികളുണ്ട്. ഈ ആദ്യ ചാർജ് കൊടുത്ത DYSP, അതിൽ FI സ്റ്റേറ്റ്മെൻറ്റ് രേഖപ്പെടുത്തിയ ഒരു CI, അതിലാദ്യം ഇവരെ കണ്ട തൃക്കാക്കര ACP, അവരുടെ എല്ലാം മൊഴി മാറ്റിച്ചാണ് കോടതി പറയിപ്പിച്ചത്. നമസ്കാരം. കേരളത്തെ ഞെട്ടിച്ച നടിയെ ആക്രമിച്ച കേസിൽ പ്രശസ്ത നടൻ ദിലീപിന് വെറുതെ വിടപ്പെട്ടുകൊണ്ടുള്ള വിധി കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. വിധി കേരളം പരക്കെ പല വിധത്തിലുള്ള വികാരവായ്പോടുകൂടി തന്നെയാണ് കേട്ടിരുന്നത്. ദിലീപിനെ ഈ കേസിൽ നിന്നും മനഃപൂർവ്വം ഒഴിവാക്കിയതാണ് എന്നൊരു പക്ഷം പറയുമ്പോൾ, വെറും ഗൂഢാലോചന മാത്രമാണ് ദിലീപിന്റെ പേരിൽ ഉണ്ടായിരുന്നത്, ദിലീപിനെ മനഃപൂർവ്വം ഈ കേസിലേക്ക് കൊണ്ടുവരികയായിരുന്നു എന്നാണ് ദിലീപിന്റെ അഭിഭാഷകരും ദിലീപിനോട് അടുത്തുള്ള ചില വക്താക്കളും വ്യക്തമാക്കുന്നത്. എന്നാൽ അതിജീവിതയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷക ഇപ്പോഴും പറയുന്നു ദിലീപ് ഈ കേസിൽ കുറ്റക്കാരൻ തന്നെയാണ്, മേൽക്കോടതിയിൽ ദിലീപിനെ ശിക്ഷിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും തനിക്കില്ല എന്നാണ് അതിജീവിതയുടെ അഭിഭാഷക ഇപ്പോഴും പറയുന്നത്. എന്നാൽ തൻ്റെ ഏതാണ്ട് അരനൂറ്റാണ്ട് പൂർത്തീകരിക്കുന്ന പിന്നിടുന്ന അഭിഭാഷക ജീവിതത്തിൽ നടിയെ ആക്രമിച്ച പോലുള്ള ഒരു കേസ് ഇതുവരെയും വാദിക്കേണ്ടതായി വന്നിട്ടില്ല. ഇത്തരത്തിൽ അപൂർവമായ ഒരു കേസ് താൻ ഇതുവരെയും വാദിച്ചിട്ടില്ല എന്നാണ് ദിലീപിന്റെ അഭിഭാഷകനായ രാമൻപിള്ള മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. ഈ കേസിൽ ദിലീപിനെ മനഃപൂർവ്വം കുടുക്കുകയായിരുന്നു. ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയാണ് ദിലീപിനെ ഈ കേസിലേക്ക് വലിച്ചഴിച്ചത്. ആരുടെയോ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി തന്നെയാണ് ദിലീപിനെ ഈ കേസിലേക്ക് വലിച്ചു കൊണ്ടുവന്നത് എന്നാണ് അഡ്വക്കേറ്റ് രാമൻപിള്ള എടുത്തു പറഞ്ഞത്. ഹൈക്കോടതിയിൽ തന്നെ സീനിയർ അഭിഭാഷകനായ രാമൻപിള്ള ഇത്തരം കാര്യങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുമ്പോൾ ഈ കേസിന്റെ സ്വഭാവം തന്നെ മാറി മറിയുന്ന തരത്തിലുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു രാമൻപിള്ളയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കൂറുമാറിയ സാക്ഷികൾ ഉൾപ്പെടെയുള്ള ആളുകൾ, പോലീസിന്റെ മൊഴികൾ ഉൾപ്പെടെ കളവായിരുന്നു, കള്ള മൊഴികളാണ് ഈ കേസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് അഡ്വക്കേറ്റ് രാമൻപിള്ള പറഞ്ഞത്. ദിലീപിനെതിരെ കൃത്യമായ ഒരു ഗൂഢാലോചനയാണ് നടന്നത്. ദിലീപിനെ മനഃപൂർവ്വം ഈ കേസിലേക്ക് കൊണ്ടുവന്നതാണ്, യാതൊരു തരത്തിലുള്ള തെളിവുകളുമില്ലാതെ. എന്നാൽ ഉള്ള തെളിവുകളെല്ലാം മാറ്റിമറിക്കപ്പെട്ടിരുന്നു എന്ന് തന്നെയാണ് രാമൻപിള്ള മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ വെറുതെ വിടപ്പെട്ട കോടതിയുടെ വിധിയെ പല രീതിയിലും പല ഭാഗത്തു നിന്നും വിമർശനാത്മകമായി നോക്കിക്കാണുമ്പോഴും ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിയെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പലരും ഈ കോടതി വിധി നീതിയുക്തമല്ല, ന്യായയുക്തമല്ല, അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്നൊക്കെ പല കോണുകളിൽ നിന്നും പല തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുമ്പോഴാണ് അഭിഭാഷകനായ രാമൻപിള്ളയുടെ ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ കൂടി പുറത്തു വരുന്നത്. ദിലീപ് യഥാർത്ഥത്തിൽ ചതിക്കപ്പെടുകയായിരുന്നു, ദിലീപിനെ കുടുക്കുകയായിരുന്നു എന്നാണ് രാമൻപിള്ള പറഞ്ഞത്. ഇതിന് പോലീസിലെ ഉയർന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥയുടെ പങ്ക് വളരെ വ്യക്തമാണ്. അത് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥയായ B. സന്ധ്യയുടെ പേര് തന്നെയാണ് മാധ്യമങ്ങൾ രാമൻപിള്ളയോട് ചോദിച്ചത്. അങ്ങ് ഉദ്ദേശിക്കുന്നത് B. സന്ധ്യയെ തന്നെയാണോ എന്ന് ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് രാമൻപിള്ള അല്ല എന്നും അതെ എന്നും ഉള്ള ഒരു ഉത്തരം പറയാതെ കഴിച്ചുകൂട്ടുകയായിരുന്നു. അതായത് B. സന്ധ്യ തന്നെയാണ് ദിലീപിനെ കുടുക്കിയത് എന്ന് തന്നെയാണ് രാമൻപിള്ള പറയാതെ പറഞ്ഞു വെച്ചത്. നടിയെ ആക്രമിച്ച കേസിൽ, ദിലീപിനെ വെറുതെ വിടപ്പെട്ട കേസിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ രാമൻപിള്ള വ്യക്തമാക്കിയ കേസിന്റെ ഞെട്ടിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. വിധി ന്യായമായിട്ട് വിധി ഉണ്ടായി പ്രതീക്ഷിച്ചത്, അല്ലാതെ അതിന് വേറെ വിധി നടക്കാൻ പ്രയാസമാണ്. തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അവർ പറയുന്നവരെല്ലാം ശിക്ഷിക്കണം. അവരല്ലല്ലോ പറഞ്ഞു ദിലീപിൻ്റെ കാര്യം. ദിലീപിനെ പ്രതിയാക്കിയ ശേഷമല്ലോ ഉണ്ടാക്കുന്നത്. അത് അവർ 5 സ്റ്റേറ്റ്മെൻറ്റുണ്ട്. ആദ്യം ഒരു കേസും ഇല്ല. പിന്നെ ചില അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. ഈ അമ്മയുണ്ട്, ഏറ്റവും അടുത്ത കൂട്ടുകാരി രമ്യ നമ്പീശൻ, പിന്നെ ഫിയാൻസി, അവരുടെ എല്ലാം പോലീസ് രേഖപ്പെടുത്തിയ മൊഴി കോടതിയിലുണ്ട്. അമ്മയെ വിസ്തരിച്ചില്ല, രമ്യ നമ്പീശനെ വിസ്തരിച്ചു, മറ്റേ വിസ്തരിച്ചു. ആ മൊഴികളിലെല്ലാം ഇതൊക്കെ സിനിമയിലോ അല്ലാതെയോ ഒരു ശത്രുക്കളും ഇല്ലെന്ന് പറഞ്ഞേക്കുന്നത് അവരുടെ അറിവിൽ. പിന്നെ എങ്ങനെ ശത്രു ഒന്നുമില്ല. കൂറുമാറിയെന്ന് പറഞ്ഞാൽ കള്ളമൊഴി, പോലീസ് രേഖപ്പെടുത്തിയ മൊഴിയൊന്നും സത്യമല്ലല്ലോ. ഒരു മൊഴി രേഖപ്പെടുത്താൻ കേസിന് ആവശ്യമായിട്ട് മൊഴി രേഖപ്പെടുത്തും. അത് സപ്പോർട്ട് ചെയ്തില്ലെന്നല്ലേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് മൊഴി മാറി പ്രോസിക്യൂഷൻ സാക്ഷികളുണ്ട്. ഈ ആദ്യ ചാർജ് കൊടുത്ത DYSP, അതിൽ FI സ്റ്റേറ്റ്മെൻറ്റ് രേഖപ്പെടുത്തിയ ഒരു CI, അതിലാദ്യം ഇവരെ കണ്ട തൃക്കാക്കര ACP, അവരുടെ എല്ലാം മൊഴി മാറ്റിച്ചാണ് കോടതി പറയിപ്പിച്ചത്. അവരുടെ എല്ലാം മുൻമൊഴികളുണ്ട്.
പക്ഷേ പി.ടി. തോമസിന്റെ ഭാര്യ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അവരാരും പി.ടി. തോമസിന് മുകളിൽ മൊഴി കൊടുക്കാതിരിക്കാനും മൊഴി മാറ്റാനും ഒക്കെ സമ്മർദ്ദം ഉണ്ടായിരുന്നു. അങ്ങേർക്കൊന്നും അറിയില്ലല്ലോ. അങ്ങേരെ കൊണ്ട് എന്ത് മൊഴി പറയാനാ? അങ്ങേർക്ക് എന്ത് മൊഴി പറയാനാ പി.ടി. തോമസിന്? ഈ കേസ് ദിലീപിലേക്ക് എത്തിക്കാൻ പ്രത്യേകമായ എന്തെങ്കിലും ഗൂഢാലോചന നടന്നെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ലേ. എന്തുകൊണ്ടാണ് സാറിന് അങ്ങനെ തോന്നുന്നത്? കേസിന് മൊത്തം ഞാൻ കേസ് നടത്തിയ ആളല്ലേ, മൊത്തം വായിച്ച എനിക്കറിയാം. എനിക്കറിയാം, പക്ഷെ എനിക്ക് പറയാൻ ഒക്കെയില്ല. എനിക്കറിയാം, എൻ്റെ ഊഹങ്ങളല്ല, നമുക്ക് തെളിവൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ താങ്കളുടെ കക്ഷി ഇരയാക്കപ്പെട്ടതാണെങ്കിൽ അതിനെതിരെ നടപടി സ്വീകരിക്കുന്നു. അതാലോചിക്കാം, ജഡ്ജ്മെൻ്റ് കാണട്ടെ. ഈ 7 വർഷം ഈ കേസിൽ തന്നെ വലിയ നീണ്ടൊരു കാലയളവായിരുന്നു ഇത്രയും ഒരു കേസ് ഞാൻ നടത്തിയിട്ടില്ല. ഞാനിപ്പോൾ 1/2 നൂറ്റാണ്ട് കഴിഞ്ഞ് കേസ് നടത്തി തുടങ്ങിയിട്ട് ഇതുപോലെ ഒരു തെളിവും സത്യമായിട്ടൊരു തെളിവില്ലാത്ത ഒരു ചാർജ് കണ്ടിട്ടുമില്ല. ഈ കാലം അത്രയും ഈ കേസിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ സാറിനെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരുന്നു? ഒരു കള്ളക്കേസ്. അതെ, ഇപ്പം ഞാൻ ആ കേസ് മാറിക്കഴിഞ്ഞാൽ പിന്നെ നടക്കത്തില്ല. ഞാൻ എൻ്റെ കാലിൻ്റെ ഓപ്പറേഷൻ പോലും മാറ്റിയത് ഈ കേസ് കൊണ്ട്. 2020 ജാനുവരി കേസ് തുടങ്ങി. 2021 ഡിസംബർ ആയപ്പോഴത്തേക്ക് 200 സാക്ഷികൾ വിസ്തരിച്ച് കഴിഞ്ഞു. ലാസ്റ്റ് വിറ്റ്നസ് ബൈജു പൗലോസ്, അയാളുടെ മൊഴിയെടുക്കാൻ വേണ്ടി വെച്ച ദിവസമാണ്. അന്ന് പ്രോസിക്യൂട്ടർ ഒരു കാര്യമില്ല ഇറങ്ങിപ്പോയി. അതുകൊണ്ട് പെറ്റീഷൻ കൊടുത്തു, ഫർദർ ഇൻവെസ്റ്റിഗേഷൻ. അയാൾ കോടതി ഹാജരായില്ല. അങ്ങനെയാണ് മാറിപ്പോകുന്നത്. അല്ലെങ്കിൽ 2022 ഏപ്രിൽ തീരേണ്ട കേസാണ്. അതിനിടയ്ക്ക് നിങ്ങൾ അതായത് പ്രതിഭാഗവും ഒരുപാട് പെറ്റീഷൻസ് വിവിധ കോടതികളിൽ കൊടുത്തു. വിചാരണ വൈകാൻ കാരണമായില്ലേ? ഒരു കാരണമില്ല. വിചാരണ വൈകാൻ കാരണം ഞങ്ങൾ എവിടെ നിന്ന് സ്റ്റേ വാങ്ങിച്ചിട്ടുണ്ടോ? ഒരിടത്തും സ്റ്റേ ഇല്ലല്ലോ. പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്, ഒരിടത്തും സ്റ്റേ വാങ്ങിച്ചിട്ടില്ല. ആകെയുള്ള സുപ്രീം കോടതി മാത്രം 7 മാസം ഡോക്യുമെന്റ് കിട്ടാൻ വേണ്ടി. അത് പ്രോസിക്യൂഷൻ അന്യായമായി പെരുമാറിയതിനെതിരെ പോയതാണ്. ട്രയലിന് മുമ്പ് ശേഷം സുപ്രീം കോടതി പോയത് പ്രോസിക്യൂഷൻ മാത്രമാണ്. ജഡ്ജി വക്കീലന്മാരെ ഇതിപ്പോ അവർ പ്രതിയെ വേട്ടയാടി. ദിലീപിന്റെ വീട്ടുകാരെ, അവരുടെ സുഹൃത്തുക്കളെ, ഇവരെ എല്ലാം മോശക്കാരായി കഴിഞ്ഞിട്ടാണ് ഈ പോലീസിലെ ക്രിമിനൽ സംഘം അഭിഭാഷകരെ, കേസ് നടത്തിയ ജഡ്ജിമാരെ, ഇവരെ എല്ലാവരെയും അധിക്ഷേപിച്ചത്. ഈ ബാലചന്ദ്രകുമാറിന്റെ മൊഴിയാണ് ഈ കേസിൽ പിന്നീട് നിർണായകമായി വന്നൊരു കാര്യം. അത് ബാലചന്ദ്രകുമാറിനെ പോലീസ് ഇറക്കിയതാണ് എന്ന് തോന്നുന്നു. അതൊരു ഗൂഢാലോചനയുടെ ഭാഗം മാത്രമാണ്. അത് അന്ന് ഒരു തെളിവില്ലാണ്ടല്ലേ ബൈജു പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ മൊഴി കൊടുക്കാൻ പോയത്. ഒന്നുമില്ല ആ സമയത്ത്, ഒന്നും വാദിക്കാൻ പോലും ഇല്ലാത്ത കേസായിരുന്നു. അത് കഴിഞ്ഞാണ് ഇയാളെ ഇറക്കി കുറേ തെളിവുകളൊക്കെ വന്നിട്ട് ഒന്നും ചേർന്ന് പോകുന്നില്ല. എല്ലാം ഡിസ്പ്രൂവ് ചെയ്തു, പറയുന്നതെല്ലാം കള്ളവാന്നുള്ളത്. അത് പ്ലാൻഡ് ആയിരുന്നു. 100% പ്ലാൻഡ് ആയിരുന്നു. അതിന്റെ എവിഡൻസ് കോടതിയിലും ഉണ്ട്. ADGP ശ്രീജിത്ത് അത് ഞാൻ പറയുന്നത് ഒരു കാര്യം പറയാം. ഈ ആദ്യം നടത്തിയ ചാർജ് കൊടുത്ത് ട്രയൽ ഫസ്റ്റ് ചാർജില്ലേ, അതാണിപ്പം കോടതി ഫൈൻഡ് ചെയ്തിരിക്കുന്നത്. ആദ്യം അന്വേഷിച്ച് കൊടുത്ത ചാർജ് ഫൈനൽ റിപ്പോർട്ട് അതിലെ ആരോപണം കോടതി വിശ്വസിച്ച് അവരെല്ലാം ശിക്ഷിക്കുകയും ചെയ്തു. 7 പ്രതി. അത് കഴിഞ്ഞിട്ട് ദിലീപിനെ പ്രതിയാക്കുന്നതിന് മാത്രമായിട്ട് ഒരു സീനിയർ ഉദ്യോഗസ്ഥ ആ ടീമിലെ ഏറ്റവും ജൂനിയറായിട്ട് ബൈജു പോലീസിനെ അന്വേഷണം ഏൽപ്പിച്ചു. അവിടെ DYSPമാരുണ്ട്, SP-മാരുണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നാണ് ദിലീപിനായിട്ട് ഞാൻ കയറുന്നത്. ആ സീനിയർ ഉദ്യോഗസ്ഥനെ പിന്നീട് ആ കേസിൽ നിന്ന് ചുമതലയിൽ നിന്ന് പെട്ടെന്ന് നീക്കിയത് സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടാണ്. നീക്കിയില്ല, എല്ലാവരും ഉണ്ട്, എല്ലാവരും ടീമിലുണ്ട്. ഒരു പൊളിറ്റിക്കൽ പ്രാധാന്യമില്ലാത്ത അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ ഒന്നും അല്ലാത്ത ഒരാളെ എന്തിനാണ് ഇങ്ങനെ ഒരു ഗൂഢാലോചന നടത്തിയ ഒരു കേസിൽ കൊടുക്കുന്നത്? അതിപ്പോ എന്നോട് ചോദിച്ചാൽ അങ്ങനെ പറയുന്നത് ഞാൻ ഒരു സീനിയർ ഉദ്യോഗസ്ഥയ്ക്ക് പങ്കുണ്ടെന്ന എൻ്റെ ഒരു വിശ്വാസം, തെളിവുണ്ട്. ദിലീപിനെ ടാർഗറ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വിചാരിക്കുന്നത്? ആദ്യഘട്ടത്തിൽ അവസാനം വരെ ലാസ്റ്റ് വരെ ഉണ്ടായിരുന്നു. അവര് പങ്ക് ഞാൻ പരമായിട്ട് സംശയിക്കുന്നുണ്ട്. അതെല്ലാം ജഡ്ജിമെന്റ് കണ്ടു പറയാം. ജഡ്ജിമെന്റ് നിങ്ങൾ ആലോചിക്കുക, ഒരു കേസിന്റെ അന്വേഷണം കഴിച്ച് വിസ്താരം 200 സാക്ഷി വിസ്തരിച്ച് കഴിഞ്ഞിട്ട് വേറൊരു ക്രൈം രജിസ്റ്റർ ചെയ്യുക, ക്രൈം നമ്പർ 6 എന്ന് പറയുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥ പരാതിക്കാരനായിട്ട് ദിലീപ് കൊല്ലാൻ കൂടാൻ നടത്തുന്ന ഒരു കാര്യമില്ലാതെ ഒരു കേസ് കൊണ്ടുപോകും. ഒരു കാര്യം, എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു തെളിവിനൊരു മെമ്മറി കാർഡ് ഉണ്ടാക്കണം. മെമ്മറി കാർഡ് ഒരു റിക്കവറി നടത്തിയില്ലേ ഒക്കത്തുള്ളൂ. റിക്കവറി നടത്താൻ പ്രത്യേക കസ്റ്റഡി എടുക്കണം.
അതിനുവേണ്ടി ദിലീപിൻ്റെ അമ്മ പ്രായമായ അമ്മയെ വെച്ച് ബാക്കി എല്ലാവരെയും പ്രതിയായിക്കൊണ്ട് ക്രൈം രജിസ്റ്റർ ചെയ്തു. എന്തുണ്ടായ കേസിന് അന്ന് രജിസ്റ്റർ ചെയ്തു. ഇപ്പം ഇല്ല 3 കൊല്ലം കഴിഞ്ഞു. ഒരു അന്തിമ റിപ്പോർട്ട് കൂടെ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഒറ്റ ഉദ്ദേശം ദിലീപിനെ അല്ലെങ്കിൽ ആരെങ്കിലും കസ്റ്റഡി എടുത്തിട്ട് ബൈജു പോലീസിൻ്റെ ഇതിൻ്റെ കോപ്പിയുണ്ട്, പെൻഡ്രൈവ് ഉണ്ട്. അന്ന് ഞാൻ പെറ്റീഷൻ കൊടുത്തു. ആ പെൻഡ്രൈവ് കോടതി ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനു വേണ്ടിയാണ് വെച്ചേക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി കേസെന്നും പറഞ്ഞ് ജില്ലാ കോടതി പെറ്റീഷൻ കൊടുത്തത്. പക്ഷെ ഹാജരാക്കിയില്ല. അതിനുവേണ്ടി മാത്രം കേസുണ്ടാക്കി. പിന്നൊന്നും നടന്നില്ല. സാറിന് തോന്നുന്നത് ഈ കേസിലെ ഗൂഢാലോചന എവിടെയാണ് നടന്നിരിക്കുന്നത്? അത് ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഞാനിപ്പോൾ ഇതല്ലേ വിധി ന്യായമായിട്ട് വിധി ഉണ്ടായി പ്രതീക്ഷിച്ചത്. അല്ലാതെ അതിന് വേറെ വിധി നടക്കാൻ പ്രയാസമാണ്. തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അവർ പറയുന്നവരെല്ലാം ശിക്ഷിക്കണം. അവരല്ലോ പറഞ്ഞു ദിലീപിൻ്റെ കാര്യം. ദിലീപിനെ പ്രതിയാക്കിയ ശേഷമല്ലോ ഉണ്ടാക്കുന്നത്. അത് അവരുടെ 5 സ്റ്റേറ്റ്മെൻറ്റുണ്ട്. ആദ്യം ഒരു കേസും ഇല്ല. പിന്നെ ചില അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. ഈ അമ്മയുണ്ട്, ഏറ്റവും അടുത്ത കൂട്ടുകാരി രമ്യ നമ്പീശൻ, പിന്നെ ഫിയാൻസി, അവരുടെ എല്ലാം പോലീസ് രേഖപ്പെടുത്തിയ മൊഴി കോടതിയിലുണ്ട്. അമ്മയെ വിസ്തരിച്ചില്ല, രമ്യ നമ്പീശനെ വിസ്തരിച്ചു, മറ്റേ വിസ്തരിച്ചു. ആ മൊഴികളിലെല്ലാം ഇതൊക്കെ സിനിമയിലോ അല്ലാതെയോ ഒരു ശത്രുക്കളും ഇല്ലെന്ന് പറഞ്ഞേക്കുന്നത് അവരുടെ അറിവിൽ. പിന്നെ എങ്ങനെ ശത്രു ഒന്നുമില്ല. കൂറുമാറിയെന്ന് പറഞ്ഞാൽ കള്ളമൊഴി പോലീസ് രേഖപ്പെടുത്തിയ മൊഴിയൊന്നും സത്യമല്ലല്ലോ. ഒരു മൊഴി രേഖപ്പെടുത്താൻ കേസിന് ആവശ്യമായിട്ട് മൊഴി രേഖപ്പെടുത്തും. അത് സപ്പോർട്ട് ചെയ്തില്ലെന്നല്ലേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് മൊഴി മാറി പ്രോസിക്യൂഷൻ സാക്ഷികളുണ്ട്. ഈ ആദ്യ ചാർജ് കൊടുത്ത DYSP, അതിൽ FI സ്റ്റേറ്റ്മെൻറ്റ് രേഖപ്പെടുത്തിയ ഒരു CI, അതിലാദ്യം ഇവരെ കണ്ട തൃക്കാക്കര ACP, അവരുടെ എല്ലാം മൊഴി മാറ്റിച്ചാണ് കോടതി പറയിപ്പിച്ചത്. അവരുടെ എല്ലാം മുൻമൊഴികളുണ്ട്. അവരാരും അങ്ങേർക്കൊന്നും അറിയില്ലല്ലോ. അങ്ങേരെ കൊണ്ട് എന്ത് മൊഴി പറയാനാ? അങ്ങേർക്ക് എന്ത് മൊഴി പറയാനാ പി.ടി. തോമസിന്? ഈ കേസ് ദിലീപിലേക്ക് എത്തിക്കാൻ പ്രത്യേകമായ എന്തെങ്കിലും ഗൂഢാലോചന നടന്നു തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ലേ. എന്തുകൊണ്ടാണ് സാറിന് അങ്ങനെ തോന്നുന്നത്? കേസിന് മൊത്തം ഞാൻ കേസ് നടത്തിയ ആളല്ലേ, മൊത്തം വായിച്ച് എനിക്കറിയാം. എനിക്കറിയാം, പക്ഷെ എനിക്ക് പറയാൻ ഒക്കെയില്ല. എനിക്കറിയാം, എൻ്റെ ഊഹങ്ങളല്ല, നമുക്ക് തെളിവൊന്നുമില്ലല്ലോ. അതാലോചിക്കാം, ജഡ്ജ്മെൻ്റ് കാണട്ടെ. ഈ 7 വർഷം ഈ കേസിൽ തന്നെ വലിയ നീണ്ടൊരു കാലയളവായിരുന്നു നിയമപോരാട്ടം. ഇത്രയും ഒരു കേസ് ഞാൻ നടത്തിയിട്ടില്ല. ഞാനിപ്പോൾ 1/2 നൂറ്റാണ്ട് കഴിഞ്ഞ് കേസ് നടത്തി തുടങ്ങിയിട്ട് ഇതുപോലെ ഒരു തെളിവും സത്യമായിട്ടൊരു തെളിവില്ലാത്ത ഒരു ചാർജ് കണ്ടിട്ടുമില്ല. ഈ കാലം അത്രയും ഈ കേസിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ സാറിനെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരുന്നു? ഒരു കള്ളക്കേസ്. അത് ഇപ്പം ഞാൻ ആ കേസ് മാറിക്കഴിഞ്ഞാൽ പിന്നെ നടക്കത്തില്ല. ഞാൻ എൻ്റെ കാലിൻ്റെ ഓപ്പറേഷൻ പോലും മാറ്റിയത് ഈ കേസ് കൊണ്ട്. 2020 ജാനുവരി കേസ് തുടങ്ങി. 2021 ഡിസംബർ ആയപ്പോഴത്തേക്ക് 200 സാക്ഷികൾ വിസ്തരിച്ച് കഴിഞ്ഞു. ലാസ്റ്റ് വിറ്റ്നസ് ബൈജു പൗലോസ്, അയാളുടെ മൊഴിയെടുക്കാൻ വേണ്ടി വെച്ച ദിവസമാണ്. അന്ന് പ്രോസിക്യൂട്ടർ ഒരു കാര്യമില്ല ഇറങ്ങിപ്പോയി. അതുകൊണ്ട് പെറ്റീഷൻ കൊടുത്തു, ഫർദർ ഇൻവെസ്റ്റിഗേഷൻ. അയാൾ കോടതി ഹാജരായില്ല. അങ്ങനെയാണ് മാറിപ്പോകുന്നത്. അല്ലെങ്കിൽ 2022 ഏപ്രിൽ തീരേണ്ട കേസ്. ഒരു കാരണമില്ല. വിചാരണ വൈകാൻ കാരണം ഞങ്ങളെവിടെ സ്റ്റേ വാങ്ങിച്ചിട്ടുണ്ടോ? ഒരിടത്തും സ്റ്റേ ഇല്ലല്ലോ. പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്, ഒരിടത്തും സ്റ്റേ വാങ്ങിച്ചിട്ടില്ല. ആകെയുള്ള സുപ്രീം കോടതി മാത്രം 7 മാസം ഡോക്യുമെന്റ് കിട്ടാൻ വേണ്ടി. അത് പ്രോസിക്യൂഷൻ അന്യായമായി പെരുമാറിയതിനെതിരെ പോയതാണ്. ട്രയലിന് മുമ്പ് ശേഷം സുപ്രീം കോടതി പോയത് പ്രോസിക്യൂഷൻ മാത്രമാണ്. ജഡ്ജി വക്കീലന്മാരെ ഇതിപ്പോ ഒരു പ്രതിയെ വേട്ടയാടി. ദിലീപിന്റെ വീട്ടുകാരെ, അവരുടെ സുഹൃത്തുക്കളെ, ഇവരെ എല്ലാം മോശക്കാരായി കഴിഞ്ഞിട്ടാണ് ഈ പോലീസിലെ ക്രിമിനൽ സംഘം അഭിഭാഷകരെ, കേസ് നടത്തിയ ജഡ്ജിമാരെ, ഇവരെ എല്ലാവരെയും അധിക്ഷേപിച്ചത്. ഈ ബാലചന്ദ്രകുമാറിന്റെ മൊഴിയാണ് ഈ കേസിൽ പിന്നീട് നിർണായകമായി വന്നൊരു കാര്യം. അത് ബാലചന്ദ്രകുമാറിനെ പോലീസ് ഇറക്കിയതാണ് എന്ന് തോന്നുന്നു. അതൊരു ഒരു ഗൂഢാലോചനയുടെ ഭാഗം മാത്രമാണ്. അത് അന്ന് ഒരു തെളിവില്ലാണ്ടല്ലേ ബൈജു പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ മൊഴി കൊടുക്കാൻ പോയത്. ഒന്നുമില്ല ആ സമയത്ത്, ഒന്നും വാദിക്കാൻ പോലും ഇല്ലാത്ത കേസായിരുന്നു. അത് കഴിഞ്ഞാണ് ഇയാളെ ഇറക്കി കുറേ തെളിവുകളൊക്കെ വന്നിട്ട് ഒന്നും ചേർന്ന് പോകുന്നതല്ല, എല്ലാം ഡിസ്പ്രൂവ് ചെയ്തു, പറയുന്നതെല്ലാം കള്ളുവാന്നുള്ളത്. അത് പ്ലാൻഡ് ആയിരുന്നു. 100% പ്ലാൻഡ് ആയിരുന്നു. അതിന്റെ എവിഡൻസ് കോടതിയിലും ഉണ്ട്. ADGP ശ്രീജിത്ത് അത് ഞാൻ അങ്ങനെ ഞാൻ പറയുന്നത്.
പറയാം. ഒരു കാര്യം കൂടെ പറയാം. ഈ ആദ്യം നടത്തി ചാർജ് കൊടുത്ത് ട്രയൽ ഫസ്റ്റ് ചാർജില്ലേ, അതാണ് ഇപ്പം കോടതി ഫൈൻഡ് ചെയ്തിരിക്കുന്നത്. ആദ്യം അന്വേഷിച്ച് കൊടുത്ത ചാർജ് ഫൈനൽ റിപ്പോർട്ട് അതിലെ ആരോപണം കോടതി വിശ്വസിച്ച് അവരെല്ലാം ശിക്ഷിക്കുകയും ചെയ്തു. 6 പേര്. ഏഴാം പ്രതി ഒഴിച്ച. അത് കഴിഞ്ഞിട്ട് ദിലീപിനെ പ്രതിയാക്കുന്നതിന് മാത്രമായിട്ട് ഒരു സീനിയർ ഉദ്യോഗസ്ഥ ആ ടീമിലെ ഏറ്റവും ജൂനിയറായിട്ട് വൈദ്യുതി പോലീസിനെ അന്വേഷണം ഏൽപ്പിച്ചു. അവിടെ DYSPമാരുണ്ട്, SP-മാരുണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നാണ് ദിലീപിനെ വിട്ട് ഞാൻ കയറുന്നത്. ആ സീനിയർ ഉദ്യോഗസ്ഥനെ പിന്നീട് ആ കേസിൽ നിന്ന് ആ ചുമതലയിൽ നിന്ന് പെട്ടെന്ന് നീക്കിയത് അത് സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടാണോ? അവരെ ചുമതല നീക്കിയില്ല. എല്ലാവരും ഉണ്ട്, എല്ലാവരും ടീമിലുണ്ട്. ഒരു പൊളിറ്റിക്കൽ പ്രാധാന്യം ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ ഒന്നും അല്ലാത്ത ഒരാളെ എന്തിനാണ് ഇങ്ങനെ ഒരു ഗൂഢാലോചന നടത്തിയ ഒരു കേസിൽ കൊടുക്കുന്നത്? അതിപ്പോൾ എന്നോട് ചോദിച്ചാൽ അങ്ങനെ പറയുന്നത് ഞാൻ സാറിന്റെ ഒരു നിഗമനത്തിന് അത് പല സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഒരു സീനിയർ ഉദ്യോഗസ്ഥയ്ക്ക് പങ്കുണ്ടെന്ന എൻ്റെ ഒരു വിശ്വാസം, തെളിവുണ്ട്. ഈ ദിലീപിനെ ടാർഗറ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വിചാരിക്കുന്നത്? പോലീസ് ഉദ്യോഗസ്ഥ എന്ന് പറയുമ്പോൾ സീനിയർ ഉദ്യോഗസ്ഥ ആദ്യഘട്ടത്തിൽ അവസാനം വരെ ലാസ്റ്റ് വരെ ഉണ്ടായിരുന്നു. അവര് ഗൂഢാലോചന നടത്തിയതാണെന്ന് സംശയിക്കുന്നുണ്ട്. അവര് പങ്ക് ഞാൻ പരമായിട്ട് സംശയിക്കുന്നുണ്ട്. IGP സന്ധ്യ. ആ, സോ അതുകൊണ്ടാണ് ചോദിക്കുന്നത്, താങ്കളുടെ കക്ഷിക്ക് വേണ്ടി നീ പോരാട്ടം നടത്തുമോ? അതെല്ലാം ജഡ്ജിമെന്റ് കണ്ടു പറയാം. ജഡ്ജിമെന്റ് നിങ്ങൾ ആലോചിക്കുക, ഒരു കേസിന്റെ അന്വേഷണം കഴിച്ച് വിസ്താരം 200 സാക്ഷി വിസ്തരിച്ച് കഴിഞ്ഞിട്ട് വേറൊരു ക്രൈം രജിസ്റ്റർ ചെയ്യുക, ക്രൈം നമ്പർ 6 എന്ന് പറയുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥ പരാതിക്കാരനായിട്ട് ദിലീപ് കൊല്ലാൻ ഗൂഢാലോചന ഒരു കാര്യമില്ലാതെ ഒരു കേസ് കൊണ്ടുപോകും. ഒരു കാര്യം, എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു തെളിവിനൊരു മെമ്മറി കാർഡ് ഉണ്ടാക്കണം. മെമ്മറി കാർഡ് ഒരു റിക്കവറി നടത്തിയില്ലേ ഒക്കത്തുള്ളൂ. റിക്കവറി നടത്താൻ പ്രതിയെ കസ്റ്റഡി എടുക്കണം. അതിനുവേണ്ടി ദിലീപിൻ്റെ പ്രായമായ അമ്മയെ വെച്ച് ബാക്കി എല്ലാവരെയും പ്രതിയെ കൊണ്ട് ക്രൈം രജിസ്റ്റർ ചെയ്തു. എന്തുണ്ടായ കേസിന് അന്ന് രജിസ്റ്റർ ചെയ്തു. ഇപ്പം ഇല്ല, 3 കൊല്ലം കഴിഞ്ഞു. ഒരു അന്തിമ റിപ്പോർട്ട് കൂടെ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഒറ്റ ഉദ്ദേശം, ദിലീപിനെ അല്ലെങ്കിൽ ആരെങ്കിലും കസ്റ്റഡി എടുത്തിട്ട് ബൈജു പോലീസിൻ്റെ ഇതിൻ്റെ കോപ്പിയുണ്ട്, പെൻഡ്രൈവ് ഉണ്ട്. അന്ന് ഞാൻ പെറ്റീഷൻ കൊടുത്തു, ആ പെൻഡ്രൈവ് കോടതി ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനു വേണ്ടിയാണ് വെച്ചേക്കൊണ്ടിരിക്കുക. അതിനുവേണ്ടി കേസെന്നും പറഞ്ഞ് ജില്ലാ കോടതി പെറ്റീഷൻ കൊടുത്തത്. പക്ഷെ ഹാജരാക്കിയില്ല. അതിനുവേണ്ടി മാത്രം കേസുണ്ടാക്കി. ഇതൊന്നും നടന്നില്ല. സാറിന് തോന്നുന്നത് ഈ കേസിലെ ഗൂഢാലോചന എവിടെയാണ് നടന്നിരിക്കുന്നത്? അത് ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഞാനിപ്പോൾ ഇതല്ലേ